ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ജിഞ്ചർ വൈനാണ്. അതിനുവേണ്ടി വേണ്ട സാധനങ്ങളൊക്കെ വെള്ളം വേണം, ഹണി വേണം, ചുക്കിൻ്റെ പൊടി, പിന്നെ നാരങ്ങാനീര് വേണം, ഷുഗർ, ഈസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ ഒരു 8 കപ്പ് വെള്ളം എടുത്തിട്ട്, ഇത് 8 കപ്പ് വെള്ളമുണ്ട്. 8 കപ്പ് വെള്ളം ഞാൻ വലിയൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വലിയൊരു ചെരുവത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ചുക്ക് പൊടിച്ചതാണ്. ഇപ്പോൾ തന്നെ ഞാൻ വലിയ ചുക്കായിട്ടുള്ളതിനെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ഇതിലേക്ക് ഇടാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അടുപ്പേ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ചുക്കുപൊടിയും വെള്ളവും കൂടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ജിഞ്ചറും വെള്ളവും നമ്മളവിടെ ചുക്കും വെള്ളവും കൂടെ അവിടെ തിളയ്ക്കുന്ന നേരത്ത് നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൊടിയും കൂടെ ചുക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. നല്ലൊരു ഫ്ലേവർ തോന്നാഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിലേക്ക് ഇത്ര നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ടുണ്ട്. അത്രയും മതി. തിളച്ച് ഒത്തിരി വറ്റുമൊന്നും വേണ്ട. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചു. ഇനി നമ്മൾക്കിത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഹണി ഒഴിച്ച് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 50 ഗ്രാം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു അതങ്ങ് മെൽറ്റായിക്കോളും. ഇതിനി ഇരുന്ന് നല്ലപോലെ തണുക്കണം. ചൂട് മുഴുവൻ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഭരണിയിലേക്ക് ആക്കാം. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച ഈ ചുക്കിൻ്റെ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്ത് വെച്ച് ഈസ്റ്റ് നല്ലപോലെ പതഞ്ഞിങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു റസ്ക് വേണം, അല്ലെങ്കിൽ മൊരിച്ച റൊട്ടി, റസ്ക് എന്തെങ്കിലും. ഈ റസ്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിങ്ങനെ കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഈ പദം മുഴുവൻ ഇതിലേക്ക് കോരിയെടുത്തിട്ട് നല്ല ഉണങ്ങിയ ഒരു ഭരണി എടുക്കാം. നല്ല ഉണങ്ങിയ ഒരു ഭരണിയിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അത് ഇറക്കി വെച്ച് കൊടുത്തു. ഉണങ്ങിയ ഒരു സ്പൂൺ കൊണ്ട് ബാക്കി പതയും കൂടെ ഇതിലേക്ക് എടുത്തിട്ട് ഈ റസ്കിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ ചുക്ക് വെള്ളം ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്കൊരു തുണി വെച്ച് മൂടി ഇത് കെട്ടിവെക്കാം. ആദ്യം ഒരടപ്പിട്ട അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വെള്ള തുണി എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് മൂടാം. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അനക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 12 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കിത് അരിച്ച് ഊറ്റിയെടുക്കാം.
ഇനിയും 12 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ വൈൻ കെട്ടി വെച്ചിട്ട് 12 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾക്കിതിനെ ഒന്ന് അരിച്ചു നോക്കാം. ഇതിൻ്റെ ആ ഈസ്റ്റിൻ്റെ ആ കിരികിര എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാം. ചെറിയ ചെറിയ പതവരുന്ന കാണാം. ഇനി നമ്മൾക്ക് അടുത്ത ഭരണിയിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഞാൻ വേറൊരു ഭരണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു തുണി വെച്ചിട്ട് നമ്മൾക്ക് മൂടിയിട്ട് അതിനകത്തേക്ക് അരിക്കാം. ഇപ്പം ഞാൻ വേറൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് അയവിട്ടിട്ട് അകത്തോട്ട് അയവിട്ടിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഊറ്റാം. ആ റസ്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾക്ക് ആ റസ്കിനെ എടുത്ത് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മുഴുവനും നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവൻ അരിച്ചെടുത്തു. ഞാനിപ്പോൾ വൈൻ ഒരു ബോട്ടിലിലേക്കും 2 വൈൻ ഗ്ലാസ്സിലേക്കും ഊറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഹണി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചിരുന്നു. അത് ഒഴിക്കുന്നത് കാണാം, പക്ഷേ ഞാനത് പറയുന്നത് വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ വീട്ടിൽ തന്നെ ഇഞ്ചിയൊക്കെ ഒരുക്കി ഉണങ്ങിയെടുക്കാറാണ് പതിവ് ഞാൻ. അപ്പോൾ അതിന് നല്ല സ്വാദും മണവും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ മേടിച്ച ചുക്കിനെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഇട്ടത്, 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ടത്. അതിപ്പം കുഴപ്പമില്ല, ഇപ്പം എത്ര കറക്റ്റായി. പിന്നെ മധുരവും അതുപോലെ തന്നെ അത്രയും 50 ഗ്രാം മധുരവും കൂടെ ഷുഗറും കൂടെ ചേർത്തപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വന്നത്. അതിനാണ് അത്രയും ചേർത്തത്. ഇത് നമ്മളിങ്ങനെ ഊറ്റി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അന്നേരം നമ്മൾ അരിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ തുണിയിൽ അരിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കും തോറും ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ആദ്യം എടുക്കുമ്പോഴേ നമുക്ക് കുടിക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ വീര്യം കൂടും. 2-3 ദിവസം ഇരിക്കുമ്പോഴത്തേക്കിനും തന്നെ ഇതെല്ലാം അരിച്ച് വെച്ചതാണെങ്കിലും വീര്യം ഉണ്ടാകും അതിന്. അപ്പം ആണുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമായി. പെട്ടെന്ന് നമ്മൾക്ക് 12 മണിക്കൂർ കൊണ്ട് ഒരു വൈൻ വേണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു വൈൻ വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ. അപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ അത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വീഡിയോസ് കാണാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.